ഈ ഭീമാപ്പള്ളിയിൽ വെടിവെപ്പ് നടന്നതിൻ്റെ തലേ ദിവസം ലുക്ക് പുറത്തായിരുന്നല്ലേ? ലുക്ക് പുറത്തായിരുന്നില്ലേ? ഞാൻ മറന്നു, ക്യാമറ മറന്നു. ഭീമാപ്പള്ളിയിൽ വെടിവെപ്പ് നടന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം. അപ്പോൾ ഞാനന്ന് മാധ്യമത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോയിൽ റിപ്പോർട്ടറാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം ബ്യൂറോയിൽ ഇരിക്കുന്ന സമയത്താണ്, ഒരു ഉച്ചയ്ക്ക് ശേഷം, 3 മണി 4 മണി സമയത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഭീമാപ്പള്ളിയിൽ ഒരു സംഘർഷമുണ്ട് എന്ന് പറഞ്ഞൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്യൂറോയിലുള്ള ഫോട്ടോഗ്രാഫർമാരും വേറൊരു റിപ്പോർട്ടറൊക്കെ കൂടി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ചെന്നിറങ്ങുമ്പോഴുള്ള കാഴ്ച, ഒരു ഭീമാപ്പള്ളി ഭാഗത്ത് കുറേ ആളുകൾ സംഘടിച്ച് നിൽക്കുന്നു. ഇപ്പുറത്ത് ചെറിയതുറ ഭാഗത്ത്, പള്ളിയുടെ ഭാഗത്തായിട്ട് കുറേ ആളുകൾ സംഘടിച്ച് നിൽക്കുന്നു. ഇങ്ങനെയൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് ചെറിയതുറ ഭാഗത്താണ്, വണ്ടി അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഓഡിയോ ലോ ആവുണ്ടെങ്കിൽ പറയണം. പറഞ്ഞു നോക്കിയാൽ മതി. ഞാൻ ചിലപ്പോൾ എൻ്റെ സൗണ്ട് കുറഞ്ഞു പോകും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ കൂട്ടിക്കോളാം. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആദ്യം എത്തിച്ചേരുന്നത് ചെറിയതുറ ഭാഗത്താണ്, പള്ളിയോട് ചേർന്ന ഭാഗത്താണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, അവിടെ സംഘടിച്ചെത്തി, അതിൽ ഭൂരിഭാഗം സ്ത്രീകളായിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ, എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത്, ഞാൻ അറിയുന്നത്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞത്, ഒരു ഗുണ്ട അപ്പുറത്ത് പോയി ചില അലമ്പുണ്ടാക്കി, ചില പ്രശ്നങ്ങളുണ്ടാക്കി ഒരു ചായക്കടയിൽ. അയാളെ പോലീസ് പിടിക്കുന്നില്ല. അയാൾ പിടിക്കാത്തതിൻ്റെ പേരിൽ അപ്പുറത്തുള്ള ആളുകൾ സംഘടിച്ചിരിക്കുകയാണ്. അവരെ ആവശ്യം അയാളെ പിടിക്കണമെന്നാണ്. അയാൾ ഇങ്ങോട്ട് വന്നതിൻ്റെ പേരിലാണ് ആളുകൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്. അയാളെ പിടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയും ആവശ്യം. അപ്പോൾ അയാളെ പിടിച്ചാൽ ഈ പ്രശ്നം തീരും എന്നതാണ് ആ ദിവസത്തെ രണ്ട് ഭാഗത്തുമുള്ള, ചെറിയതുറയിലും ഭീമാപ്പള്ളിയിലുമുള്ള മനുഷ്യരുടെ പൊതുവായ ആവശ്യം. ഇവിടെ പ്രശ്നമുണ്ടാക്കിയ ആ ഗുണ്ടയെ പിടിക്കുക എന്നുള്ളതാണ്. ഈ ഭീമാപ്പള്ളി വിവാദങ്ങളുടെ അല്ലെങ്കിൽ സംഭവങ്ങളുടെ പിന്നീട് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് ഈ ഗുണ്ട ആരാണ് എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഒരു കൊമ്പു ഷിബു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. പല കേസുകളിൽ പ്രതിയായ ആളാണ്. അയാൾ ഭീമാപ്പള്ളി ഭാഗത്ത് പോയി ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം അവിടെ പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടാക്കി. അത് പിന്നെ ചെറിയൊരു സംഘർഷമായിരുന്നു. അത് പിന്നെ വലിയൊരു സംഘർഷമായി വളർന്നു. അയാളും അയാളുടെ സുഹൃത്തുക്കളും സംഘം ചേർന്ന് ഒരു ഭാഗത്ത് പോയി ആളുകളെ കൈകാര്യം ചെയ്യുന്ന, ആളുകളെ മർദ്ദിക്കുന്ന, ചായക്കടയിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വികസിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾക്കിടയിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ആദ്യ ദിവസത്തെ, ഈ വെടിവെപ്പിന് തലേന്നുള്ള ദിവസത്തെ എൻ്റെ ഒരു അനുഭവം, കാഴ്ച എന്ന് പറയുന്നത്, രണ്ട് ഭാഗത്തുള്ള ആളുകളും ഒരേ ആവശ്യം ഉന്നയിക്കുന്നു. കൊമ്പ് ഷിബു എന്ന് പറയുന്ന ഈ ഗുണ്ടയെ, പ്രശ്നക്കാരനായ, അവിടെ പ്രകോപനം ഉണ്ടാക്കി ആളുകളായിട്ട് സംഘർഷമുണ്ടായ കൊമ്പ് ഷിബുവിനെയും അയാളുടെ കൂട്ടാളികളായ 2 പേരെയും, 2-3 പേരുണ്ട് തോന്നുന്നു, ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ട് ഭാഗത്തും ആളുകൾ സംഘടിച്ച് നിൽക്കുന്നത്. രാത്രിയായിട്ടും ഇയാളെ പിടിക്കാനോ ഇയാളെ കണ്ടെത്താനോ പോലീസിന് കഴിഞ്ഞില്ല. അതിങ്ങനെ രാത്രി വൈകുന്തോറും സംഘർഷത്തിൻ്റെ ഒരു സ്വഭാവം, ഇങ്ങനെ ടെൻഷൻ്റെ ഒരു സ്വഭാവം കൂടിക്കൂടി വരികയാണ്. രാത്രി അന്നത്തെ MLA-യും കളക്ടറും ഈ ചെറിയതുറ പള്ളിയിൽ വന്ന് അവിടുത്തെ പള്ളി ഇടവക മേധാവികളുമായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും കളക്ടറോടും MLA-യോടും ആ നാട്ടുകാരായ ആളുകൾ, ചെറിയതുറ ഭാഗത്തുള്ള ആളുകൾ പറയുന്നത്, അവനെ പിടിച്ച ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ്. അതായത് ആ പ്രശ്നക്കാരനായ ഗുണ്ടയെ പിടികൂടിയ ശേഷം പിടികൂടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അയാളെ പിടിക്കൂ എന്നാണ് രണ്ട് ഭാഗത്തുള്ള മനുഷ്യരും ഒരുപോലെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ രാത്രി നടന്ന ചർച്ചയിൽ രാവിലെ 10 മണിക്ക് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്യാം എന്ന് പോലീസും കളക്ടറും അവിടുത്തെ MLA, എനിക്ക് തോന്നുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, സുരേന്ദ്രൻ പിള്ളയായിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്നു എന്ന് തോന്നുന്നു, ഇവരെല്ലാം വന്നിട്ട് ചർച്ച നടത്തി. ഇവർ കൊടുത്ത ഉറപ്പ്, പിറ്റേന്ന് 10 മണിക്ക് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്യുമെന്ന്.
ഈ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ ദിവസത്തെ സംഘർഷം അല്ലെങ്കിൽ ആ ഒരു സംഘർഷാവസ്ഥ അവസാനിക്കുന്നത്. അതോടുകൂടി ആളുകൾ പിരിഞ്ഞു പോവുകയും പിന്നീട് സമാധാന അന്തരീക്ഷം അവിടെ പ്രസ്താവിക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഒന്നാം ദിവസത്തെ എപ്പിസോഡ് ഈ സംഭവങ്ങൾ അവസാനിക്കുകയാണ്. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. രണ്ടാമത്തെ ദിവസം സംഭവിക്കുന്നത്, രണ്ടാമത്തെ ദിവസം രാവിലെ ഭീമാപ്പള്ളി ഭാഗത്തേക്ക് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഭീമാപ്പള്ളിയിലേക്ക് എത്തുന്ന പ്രധാന റോഡ് ചെറിയതുറ വഴിയാണ് കടന്നു പോകുന്നത്. അങ്ങോട്ടുള്ള ബസ് സർവീസൊക്കെ ആ വഴിയാണ്. അപ്പോൾ രാവിലെ 10 മണിയോടുകൂടി 10 മണിക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് ഉറപ്പ് കൊടുത്തത്. പക്ഷേ രാവിലെ ഭീമാപ്പള്ളിക്കാരും ചെറിയതുറക്കാരും കാണുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ, ഈ കൊമ്പ് ഷിബുവിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘം ഭീമാപ്പള്ളി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തടയുന്നതാണ്. റോഡ് തടഞ്ഞ് അവിടെ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കി എന്നതാണ് അന്ന് രാവിലെ ഉണ്ടായ സംഭവം. അപ്പോൾ ഇതോടുകൂടി വീണ്ടും നാട്ടുകാർ പ്രകോപിതരാവുകയാണ്. ഇത് ഈ ബ്ലോക്കേഡ് ഒഴിവാക്കി വാഹനങ്ങൾ കടത്തിവിടണമെന്നാവശ്യപ്പെട്ട് രാവിലെ മുതൽ തന്നെ നാട്ടുകാർ പോലീസിനെ സമീപിക്കുന്നു, ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു, അവിടുത്തെ അന്നത്തെ മന്ത്രിയെയും MLA യും സമീപിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഉച്ചയായിട്ടും അങ്ങോട്ട് വാഹനങ്ങൾ വരുന്നില്ല. അവിടുത്തെ നാട്ടുകാർ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ഗതാഗത സൗകര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ഒരു അവിടുത്തെ സിറ്റുവേഷൻ മോശമാവുക ചെയ്യുന്നത്. അങ്ങനെ ഉച്ചയോടുകൂടി ഇത് സംഭവിച്ചപ്പോഴാണ് ഈ ബസ് തടയുന്ന സംഘത്തെ തടയാനും അവിടുത്തെ ആ ബ്ലോക്കേഡ് നീക്കാനും അത് തടയുന്ന ആളുകളെ നേരിടാനും വേണ്ടിയാണ് ഭീമാപ്പള്ളി ഭാഗത്തു നിന്ന് ഒരു സംഘം ഈ ചെറിയതുറ ഭാഗത്തേക്ക് പോകുന്നത്. ഈ പോയ ആളുകൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് സ്ഥലത്തിനും ഇടയിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൻ്റെ, അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന തൊട്ടടുത്ത ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. അപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റിൽ അന്നേരം പോലീസുണ്ട്. അത് ഈ രണ്ട് ഇതിൻ്റെയും ഒരു മിനിറ്റ്, ഇരുത്താൻ കുഴപ്പമില്ലല്ലോ, ഇല്ലല്ലോ. ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് കടന്നു വേണം ഈ ഭീമാപ്പള്ളി ഭാഗത്തുള്ള ആളുകൾക്ക് ഈ ചെറിയതുറയിൽ ഈ ബസ് തടയുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ വന്നപ്പോൾ ഈ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് മറികടക്കാനും വേണ്ടിയാണ് ഈ ഭീമാപ്പള്ളി ഭാഗത്തുള്ള ആളുകൾ തീരദേശത്തു കൂടി, കടൽ ഭാഗത്തു കൂടി ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ കടൽ ഭാഗത്തു കൂടി വന്ന് റോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നേരെയാണ് അവിടെ അന്ന് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഈ സമയത്ത് അപ്പോഴേക്കും പിറ്റേ ദിവസം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതാണ്ട് ആ സമയത്തോടു കൂടിയാണ്, വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് വെടിവെപ്പ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഈ ബസ് വഴി തടഞ്ഞ ആളുകളെ നേരിടാൻ വേണ്ടി അവിടെ നിന്ന് സംഘടിച്ചു വന്ന ഒരു ചെറു സംഘത്തിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ബഹളം കേട്ട് കൂടുതൽ ആളുകൾ പുറത്തിറങ്ങി തീരത്തേക്ക് വന്നു. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുണ്ടായിരുന്നു, കാറ്റുകൊള്ളാനിരുന്ന, അവധി ദിവസമായതുകൊണ്ട് കാറ്റുകൊള്ളാനിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇവർക്ക് ഇത്തരം ആളുകളാണ് ഇതിൻ്റെ അകത്ത് വെടികൊണ്ട് മരിച്ചതും പരിക്കേറ്റവരുമായി തീർന്നത്. ചെറിയ കുട്ടിയടക്കം വെടിയേറ്റ് മരിച്ചു. അങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. ഈ ഒരു സംഘത്തെയാണ് യഥാർത്ഥത്തിൽ അന്ന് അവിടെ സംഭവിച്ചത്. ഈ ഒരു രീതിയിലാണ് അവിടെ സംഭവങ്ങൾ വികസിച്ചത്. രണ്ടാമത്തെ എന്തായിരുന്നു പറഞ്ഞേ? സംഭവം കഴിഞ്ഞാൽ ആ മെസ്സേജ് ഒന്ന് നോക്ക്. ഓക്കെ, എല്ലാം ആ ക്യാമറ തന്നെയാണോ? ഇതിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ 6 പേര് മരിച്ചൊരു ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും പിറ്റേ ദിവസത്തെ അല്ലെങ്കിൽ അന്ന് ചാനലുകളിൽ ഇന്നത്തെ അത്ര ചാനലുകളുള്ള ഒരു സമയമല്ല. എന്നാലും മലയാളത്തിൽ ടെലിവിഷൻ ചാനലുകൾ സജീവമായി കഴിഞ്ഞ ഒരു കാലത്ത് തന്നെയാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ അന്ന് ദൃശ്യമാധ്യമങ്ങൾ അതിലെടുത്ത ഒരു സമീപനം, ഇതൊരു വർഗീയ സംഘർഷമാണ്, അതുകൊണ്ട് ഈ വാർത്ത
അത്ര കാര്യമായി കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുകയും അവർ ആ വാർത്ത വളരെ ചെറിയ രീതിയിൽ, ചെറിയൊരു സംഘർഷം എന്ന രീതിയിലേക്ക് ചെറുതാക്കുകയുമാണ് ചെയ്തത്. പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളും ഏറെക്കുറെ ഇതേ സമീപനമാണ് സ്വീകരിച്ചത്. ഒരു പത്രത്തിലും തിരുവനന്തപുരത്ത് പോലും അതൊരു പ്രധാന വാർത്തയായി വന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 6 പേർ മരണപ്പെട്ട, 6 മനുഷ്യർ അല്ലെങ്കിൽ 6 മലയാളികൾ മരിച്ച ഒരു സംഭവം കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി പരിശോധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന, നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഏതളവിൽ, എത്ര വ്യാപ്തിയിൽ ഇവരിങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുമായിരുന്നുവെന്ന്. പക്ഷേ അത്തരത്തിൽ ഒരു സൂചനയുമില്ലാത്ത തരത്തിൽ, അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അതിനെ ചെറുതാക്കി, ചെറിയ വാർത്തയാക്കിയിട്ടാണ് അന്ന് ദൃശ്യമാധ്യമങ്ങളും പിറ്റേന്നിറങ്ങിയ പത്രങ്ങളും ആ വാർത്തയെ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്തത്. അതേസമയം തന്നെ വാർത്തകളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊമ്പ് ഷിബുവിന് ഉണ്ടാക്കിയ സംഘർഷത്തെ നേരിടുന്നതിൽ, അയാളുണ്ടാക്കിയ സംഘർഷത്തെ പോലീസ് നേരെ ചൊവ്വേ കൈകാര്യം ചെയ്തില്ല, അയാൾ അറസ്റ്റ് ചെയ്യാമെന്ന് കൊടുത്ത ഉറപ്പ് പാലിക്കപ്പെട്ടില്ല, പോലീസിൻ്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു, റിപ്പോർട്ടുകളായിരുന്നു എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നത്. അന്ന് ഭരണപക്ഷം, അന്ന് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശാഭിമാനി ഇതിന് വ്യത്യസ്തമായ ഒരു വേർഷനാണ് കൊടുത്തത്. ദേശാഭിമാനി മാത്രം അത് വർഗീയ സംഘർഷമാണ് എന്ന രീതിയിൽ തുടക്കം മുതൽ വാർത്ത ചെയ്യാൻ ശ്രമിക്കുകയും ആ രീതിയിൽ അതിനെ നിലനിർത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ബാക്കി എല്ലാ പത്രങ്ങളിലും ഒരുപോലെയാണ് ഇതിൻ്റെ വാർത്തകൾ വന്നിരുന്നത്. ഈ ഷിബുവിനുള്ള ബന്ധം, ഷിബുവാണ് ഇതിൻ്റെ കാരണക്കാരനെന്ന്, പോലീസിൻ്റെ വീഴ്ചയാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക്, സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചത് എന്ന രീതിയിലാണ് എല്ലാ പത്രങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തത്. തൊട്ടടുത്ത ദിവസം അവിടെ സർവകക്ഷി യോഗം നടന്നു. സർവകക്ഷി യോഗത്തിലും എല്ലാ വിഭാഗം ആളുകളും ഉന്നയിച്ചത് ഇത് തന്നെയാണ്: പോലീസിൻ്റെ വീഴ്ചയും അതുപോലെ തന്നെ ഈ ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ ഇടപെടലുകളും, ഇതിനെ പോലീസ് കൈകാര്യം ചെയ്തതിൽ നിന്നുള്ള പരാജയമാണ് ഇത്തരത്തിലുള്ള ഒരു വെടിവെപ്പിലേക്ക്, സംഘർഷത്തിലേക്ക് എത്തിയത് എന്നാണ്. പിറ്റേന്ന് നടന്ന സർവകക്ഷി യോഗത്തിലും എല്ലാ പാർട്ടികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആളുകളും ഒരുപോലെ പറഞ്ഞ കാര്യം, ഈ ദിവസങ്ങളിൽ, അതായത് ഒരു 17-ാം തീയതിയാണ്, മെയ് 17-നാണ് ഇത് സംഭവിക്കുന്നത്. 18-ലെയും 19-ലെയും 20-ലെയും പത്രവാർത്തകളെല്ലാം ഇതേ രീതിയിലുള്ള, ഇതേ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പല സമയത്തായിട്ട് ഈ പ്രദേശത്ത് പോവുകയും ആളുകളായിട്ട്, എല്ലാ ഭാഗത്തുള്ള ആളുകളായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അവരിൽ നിന്നെല്ലാം വ്യക്തിപരമായി നമുക്ക് കിട്ടിയിരുന്ന വിവരങ്ങളും ഫീഡ്ബാക്കുകളും എല്ലാം ഇത് തന്നെയായിരുന്നു: പോലീസിൻ്റെ അനാസ്ഥയാണ്, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമൊന്നും ഇവിടെയില്ല, രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളില്ല, പോലീസിൻ്റെ അനാസ്ഥയാണ്, ഒന്നിച്ച് വള്ളത്തിൽ പോകുന്ന ആളുകൾ വരെ ഇവിടെയുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ പോലീസ് മര്യാദക്ക് ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ്. ആ ഗുണ്ടയെ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഗുണ്ടയെയും അയാളുടെ കൂട്ടാളികളെയും കൈകാര്യം ചെയ്യാതിരുന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും, ഇടവകയിലെയും ഇപ്പുറത്ത് ഭീമാപ്പള്ളിയിലെയും ഭാരവാഹികളും അവിടുത്തെ പുരോഹിതന്മാരും ഉത്തരവാദപ്പെട്ട ആളുകളും എല്ലാവരും പറഞ്ഞിരുന്നത് ഇതേ വ്യാഖ്യാനങ്ങളാണ്. അതേസമയം അതിൻ്റെ തൊട്ടടുത്ത ദിവസം 21-ാം തീയതിയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. അപ്പോൾ ഈ എല്ലാ മാധ്യമങ്ങളും ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ജനങ്ങൾ ഈ രീതിയിൽ തന്നെ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പോലീസിനെ സംബന്ധിച്ച്, പോലീസും ആഭ്യന്തര വകുപ്പും പ്രതിക്കൂട്ടിലാക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അതായത് പോലീസിൻ്റെ വീഴ്ചയാണ് എന്ന് എല്ലാ ഭാഗത്തുള്ള, രണ്ട് ഭാഗത്തുള്ള ആളുകൾ പറയുന്നു. ഭരണപക്ഷ പത്രമൊഴികെ, ഭരിക്കുന്ന പാർട്ടിയുടെ ചില ആളുകളും ഒഴികെ ബാക്കി എല്ലാവരും ഇതൊരു പോലീസ് അനാസ്ഥയുടെ ഫലമാണ് എന്ന് പറയുകയും അതിനെതിരെ, പോലീസിനെതിരെ നടപടി ഉണ്ടാവണം, സർക്കാർ അതിൽ ആ നിലയ്ക്കുള്ള ആക്ഷൻ എടുക്കണം എന്ന ആവശ്യം ശക്തമാവുകയും ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനെ നേരിടാൻ വേണ്ടി പോലീസ് മറുഭാഗത്ത് ചില ഓപ്പറേഷൻസുകൾ ആ സമയത്ത് തന്നെ ആരംഭിച്ചിരുന്നു. അത് നമുക്ക് ആ പ്രദേശങ്ങളിൽ അതിൻ്റെ ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ അവിടെ പോകുമ്പോൾ അത് നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പോലീസ് വന്ന് അവരോട് നടത്തുന്ന സംഭാഷണങ്ങൾ, പോലീസ് അവരിലേക്ക് കൊടുക്കുന്ന ഇൻപുട്സ്, ഇങ്ങനെ അല്ലെങ്കിൽ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ കലാപം ഉണ്ടാവുമായിരുന്നു
എന്ന മട്ടിലുള്ള ഇൻഫർമേഷൻസ് പോലീസ് തന്നെ അവിടെ പ്രചരിപ്പിക്കുന്നു. പലതരം ആളുകളോട് സംസാരിക്കുന്നു. പക്ഷെ ആദ്യത്തെ 2-3 ദിവസം പോലീസിന് ഈ ഒരു വാദം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് 21-ാം തീയതി, അതായത് ഈ സംഭവം കഴിഞ്ഞ് നാലാമത്തെ ദിവസം പാരിഷ് കൗൺസിലിൻ്റെതായ ഒരു പ്രസ്താവന വരുന്നു. ആ പ്രസ്താവനയിലാണ് ഈ ഷിബുവിനൊപ്പം വേറെ ഒരു നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് കൂടി ആദ്യമായി പരാമർശിക്കപ്പെടുന്നത്. അതുവരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന, ആ നാട്ടുകാരുടെ ഒരു ചർച്ചയിലും ഇല്ലാതിരുന്ന, ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് കരുതുന്ന ചായക്കടയിൽ നടത്തിയിരുന്ന ആളുകൾക്കും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ഒന്നും അറിയാത്ത ഒരു നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി ചിത്രത്തിലേക്ക് കടന്നു വരുന്നത് ആ പാരിഷ് കൗൺസിലിൻ്റെ പ്രസ്താവനയോടുകൂടിയാണ്. നിസാമുദ്ദീനും ഇയാളും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിലേക്ക് നയിച്ചത് എന്ന മട്ടിലുള്ള പ്രസ്താവനയായിരുന്നു പാരിഷ് കൗൺസിൽ അന്ന് പുറപ്പെടുവിച്ചത്. ഇതിനുശേഷം പിന്നീട് മാധ്യമങ്ങളുടെ സ്വരം മാറിത്തുടങ്ങുന്നത് ഇതിന് ശേഷമാണ്. പോലീസിൻ്റെ അന്വേഷണങ്ങൾ ഈ ദിശയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ പോലീസിൽ നിന്ന് വരുന്നു. അതുവരെയും ഈ രീതിയിൽ ഈ ഷിബുവിനെ കേന്ദ്രീകരിച്ച് വാർത്ത ചെയ്തിരുന്ന, പോലീസ് അനാസ്ഥയെ ഫോക്കസ് ചെയ്ത് വാർത്ത ചെയ്തിരുന്ന പത്രങ്ങൾ, പ്രത്യേകിച്ച് ആ ചെറിയതുറ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള 2 പത്രങ്ങൾ മനോരമയും ദീപികയുമാണ്. ഈ 2 പത്രങ്ങളിലെയും വാർത്തകൾ തന്നെ റെഫർ ചെയ്താൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. 21-ാം തീയതിക്ക് ശേഷമാണ് ഇതിലൊരു വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നു, പോലീസ് വെടിവെച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ വലിയ കലാപം നടക്കുമായിരുന്നു എന്ന രീതിയിലുള്ള ആഖ്യാനങ്ങൾ രൂപപ്പെടുന്നതും മാധ്യമങ്ങൾ അത് ഏറ്റുപറയാൻ തുടങ്ങുന്നതും. പിന്നീട് കാണുന്നത് ഈ രീതിയിലുള്ള ഫ്രെയിമിങ്ങുകളാണ്. സർക്കാർ രേഖകൾ അങ്ങനെയായി മാറുന്നു, പോലീസ് റിപ്പോർട്ടുകൾ അങ്ങനെയായി മാറുന്നു, ജുഡീഷ്യൽ കമ്മീഷൻ അങ്ങനെ ഇത്തരം ടേംസ് ഓഫ് റെഫറൻസ് കൂടുകൾക്കുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി സൂചന കൊടുത്തുകൊണ്ടുള്ള അന്വേഷണ കമ്മീഷനുകൾ ഉണ്ടാകുന്നു. പിന്നീട് അത് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ആഖ്യാനം അവിടെ രൂപപ്പെടുന്നത്. ആ ആഖ്യാനം രൂപപ്പെടുത്തിയതിന് പിന്നിൽ പോലീസിൻ്റെ ഇടപെടലാണ് എന്ന് ആ സമയത്ത് അവിടെ അവിടെ ഗ്രൗണ്ടിൽ റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്ന മാധ്യമപ്രവർത്തനം എന്ന നിലക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആദ്യത്തെ 2 ദിവസങ്ങളിൽ പോയി നമ്മൾ സംസാരിച്ച ആളുകൾ, പ്രത്യേകിച്ച് ചെറിയതുറ ഭാഗത്തുള്ള ആളുകൾ, അതേ ആളുകൾ തന്നെ നമ്മളൊരു 21-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ 22-നും 23-നും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ഭാഷയിൽ മാറി തുടങ്ങിയിരുന്നു. അവർ പറയുന്നത് ഇത് വെടിവെച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ കലാപം നടക്കുമായിരുന്നു, ഇവിടെ തീ വെച്ച് നശിപ്പിക്കപ്പെടുമായിരുന്നു, പള്ളി ആക്രമിക്കപ്പെടുമായിരുന്നു, പള്ളിയിലേക്ക് ബോംബെറിയുമായിരുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വലിയ ബോംബേറുണ്ടായി എന്നൊക്കെയും അതുപോലെ തന്നെ വലിയ മാരകായുധങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി എന്നൊക്കെയായിരുന്നു ആ സമയത്ത് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ തെളിവെടുപ്പിൻ്റെ സമയങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ പോലീസ് നടപടികളുടെ സമയത്തൊക്കെ അവിടെ സന്ദർശിച്ച ഒരാളെന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള വലിയ ആയുധങ്ങളുടെ സാന്നിധ്യമോ മറ്റോ ഒന്നും പോലീസിന് സംശയരഹിതമായി തെളിയിക്കാനോ സ്ഥാപിക്കാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസ് റിപ്പോർട്ടുകൾ പിന്നീട് ഇങ്ങനെയാണ് വന്നത്. ഇതിൽ അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പേര് ഞാൻ വിട്ടു, മണി എന്ന് മറ്റു പേര് പറയുന്ന ഒരാൾ, അദ്ദേഹം ഈ ഒരു സംഭവം, ഈ ഷിബുവിൻ്റെ സംഭവത്തെ ഈ പറഞ്ഞതുപോലെ ഷിബു ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് എന്ന് പറയുകയും ഇത് പോലീസിൻ്റെ അനാസ്ഥയാണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മളോട് വ്യക്തിപരമായി എന്നോട് പറഞ്ഞ ആളാണ്. പിന്നീട് വസ്തുതാന്വേഷണ സമിതി പോയി ഇയാളെ കാണുകയും ഇയാളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരോടും ഇത് എനിക്ക് തോന്നുന്നു അന്തരിച്ച BRP ഭാസ്കർ എന്ന് പറയുന്ന വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ BRPയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയ അന്വേഷണ സമിതി അവിടെ ആ പ്രദേശത്ത് മുഴുവൻ ആളുകളോട് സംസാരിക്കുകയും തെളിവെടുപ്പ് നടത്തുകയൊക്കെ ചെയ്തിട്ട് വളരെ വിശദമായ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ആ റിപ്പോർട്ടിലും ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ് മൊഴി കൊടുക്കുന്നത്. പക്ഷേ പോലീസ് റിപ്പോർട്ടിൽ ഇയാളുടെ മൊഴി നേരെ തിരിച്ചാണ് വന്നത്. ഇതൊരു വർഗീയ പ്രശ്നമായിരുന്നു, വെടിവെപ്പ് നടന്നില്ലായിരുന്നെങ്കിൽ വലിയ കലാപം ഉണ്ടാകുമായിരുന്നു എന്ന രീതിയിലാണ് അവിടെയും അയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ
നമ്മൾ നേരിട്ട് സംസാരിച്ച ആളുകൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ അതിന് നേരെ വിരുദ്ധമായ രീതിയിൽ രേഖപ്പെടുത്തപ്പെടുന്ന സ്ഥിതിവിശേഷം കൂടി അവിടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഇതിനെ ഒരു സാധാരണ ഒരു ചെറിയൊരു സംഘർഷം, പോലീസ് ഒരു കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നത്തെ ഒരു വെടിവെപ്പിലേക്ക് എത്തിക്കുകയും ആ വെടിവെപ്പ് തന്നെയും ഒരു വർഗീയ സംഘർഷം നേരിടാനുള്ളതാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ടുള്ള ചെയ്യുകയുമാണ് ചെയ്തത് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടൊരു സംഭവമായിരുന്നു ഭീമാപ്പള്ളിയിലേത്. ഇത്തരം പ്രചാരണങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ പൊതുസമൂഹം മുഖവിലേക്ക് എടുക്കുകയും ചെയ്തു എന്നതാണ് അതിലേറ്റവും ഒരു ദുഃഖകരമായ കാര്യം. ഒരുപക്ഷെ ഭീമാപ്പള്ളി എന്നൊരു പ്രദേശത്തോടുള്ള ആളുകളുടെ പൊതുസമൂഹത്തിൻ്റെ മുൻവിധി അതിൽ വളരെ പ്രധാനമായിരിക്കും. മത്സ്യത്തൊഴിലാളികളാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്, അതുപോലെ തന്നെ തീരദേശവാസികളാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ്. ആ പ്രദേശത്തെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ ഗൾഫുമായി ബന്ധപ്പെട്ട എന്തേലും പറയാ ഡ്യൂട്ടി ഫ്രീ ആ പ്രദേശത്തെ ആളുകളുടെ ഉപജീവനം എന്ന് പറയുന്നത് ഡ്യൂട്ടി ഫ്രീ സാധനങ്ങളുടെ കച്ചവടവും അതുപോലെ തന്നെ CD നിർമ്മാണവും. അന്ന് CD നിർമ്മാണം എന്ന് പറയുന്നത് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ബിസിനസ് മേഖലയായിരുന്നു, CD നിർമ്മാണവും അതിൻ്റെ വിൽപ്പനയും. അപ്പോൾ ഇത്തരം ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളായ ഒരു മനുഷ്യരായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പൊതുസമൂഹത്തിനുള്ള മുൻവിധിയാണ് ഈ പ്രശ്നത്തെ ഇതിനെ ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഭരണകൂട ഭീകരത എന്ന അർത്ഥത്തിലോ ചർച്ച ചെയ്യപ്പെടാതെ പോകാനുള്ള ഒരു പ്രധാന കാരണം ഈ മുൻവിധിയായിരുന്നു എന്ന് കാണാൻ കഴിയും. പിന്നീട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളൊക്കെ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇവരുടെ ആ ജനങ്ങൾ നേരിട്ടൊരു നീതി നിഷേധം അല്ലെങ്കിൽ അവർ നേരിട്ട ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അതിക്രമത്തെ ആ അർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യാനോ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാനോ മുഖ്യധാര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കാര്യമായ ശ്രമം അതിൽ ഉണ്ടായില്ല.